ഈ PMശ്രീയുടെ ഭാഗമായിട്ടാണ് പൈസ കൈപ്പറ്റിയത് 92 എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇനി അതിന്റെ അവകാശ ലംഘനത്തിന് വേണം റിപ്പോർട്ട് കൊടുക്കാം, നോട്ടീസ് കൊടുക്കാം. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ 23 അതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടോ, 23/10/2025 PMശ്രീയിൽ ഒപ്പിട്ടു. കുട്ടികളുടെ വിശാല വിദ്യാഭ്യാസ ആവശ്യാർത്ഥം 99.27 കോടി രൂപ അനുവദിച്ചു. അത് PMശ്രീയുടെ ഭാഗമായിട്ടാണെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് keeping in the view larger perspectives as well, the educational needs of state children 99.27 crore has been released as a central share of ചോദിക്കാം. ശ്രീ അരുൺകുമാർ, ആ ലഭിച്ച 92 കോടി SSK ഫണ്ട് ആയിരുന്നു, PMശ്രീ ഫണ്ട് ആയിരുന്നു? അല്ല, അദ്ദേഹത്തോട് മറ്റേ കാര്യം ചോദിക്കണം. പിന്മാറാൻ പറ്റുമെന്ന് ഒരു പോയിന്റ് അദ്ദേഹം പറയട്ടെ, അതൊന്ന് കാണിക്കാൻ പറയും. ആര്യ, താങ്കൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധിയും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് തെന്നി പോകുന്ന കാഴ്ച കണ്ടു. അതിനിടയിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഇന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന ഞാൻ ചർച്ച നിർത്തി, ഇനി പൊതുപ്രവർത്തനം തന്നെ, ഇനി ഒരിക്കലും ചർച്ചയ്ക്ക് വരാത്ത തരത്തിൽ പോയിക്കോളാന്ന്. നിങ്ങളൊന്നും അങ്ങനെ പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇന്നലെ മുതൽ കോൺഗ്രസിന്റെ ചില ഔദ്യോഗിക പ്രതിനിധികൾ മുങ്ങി. അതായത് ഞാൻ പങ്കെടുത്ത ചർച്ചയിലടക്കം 5 മിനിറ്റ് മുമ്പ് വരില്ലെന്ന് പറഞ്ഞ് മുങ്ങി. അപ്പൊ താങ്കളെ കൂട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കഴിഞ്ഞ 75 ദിവസത്തിനുള്ളിൽ എത്ര യൂടേണുകളാണ് കേരളം കണ്ടത്. അതിൽ ഏറ്റവും വലിയ യൂടേണുകളാണല്ലോ ഇപ്പൊ ഈ PMശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലൈഫ് ലോഗോയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം നമ്മൾ കാണുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് കരാർ, എന്താണ് ധാരണാപത്രം? കരാർ ഒപ്പിട്ടാൽ, ഇപ്പൊ വിഴിഞ്ഞം കരാർ മുൻ ഗവൺമെന്റ് ഒപ്പിട്ടു, LDF ഗവൺമെന്റ് വന്നപ്പോൾ ആ കരാറായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇത് ധാരണാപത്രമാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പൊ 2 ചോദ്യങ്ങൾ ഉത്തരം കിട്ടിയില്ല. ഒന്ന് ജബി മേത്തറുടെ വിശദമായ ചോദ്യത്തിന് കിട്ടിയ മറുപടി. നിങ്ങളുടെ MP അല്ലേ മിസ്റ്റർ? അതുപോലെ തന്നെ PV അബ്ദുൾ വഹാബ് നിങ്ങളുടെ MP അല്ലേ മിസ്റ്റർ? ഈ 2 ചോദ്യത്തിന് കിട്ടിയ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇന്ന് ജയന്ത് ചൗധരിയുടെ മറുപടി എന്താ? ഒന്ന്, PMശ്രീയിൽ കേരളം ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും PMശ്രീയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഒറ്റ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തില്ല. അതുപോലെ അനുബന്ധമായി ചെയ്യേണ്ട കരാറിലെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു മിനിറ്റ് സമയം തരണം. നേരത്തെ ശ്രീ വസന്ത് സിലേക്ക് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആ സെന്റൻസ് ഒന്നും ഞാൻ അത് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാ വരിയും ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ലല്ലോ. PMശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പണം കൊടുത്തതെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പാർലമെന്റിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണമെന്ന് പറയാം. ആ സെന്റൻസ് ഒന്ന് മുഴുവൻ വായിച്ചേ. അല്ല ആര്യ, അതിന് ഉത്തരം ഞാൻ പറയാം. ഒരു ഉത്തരവില്ല. താങ്കൾ പറഞ്ഞത് PMശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുത്തു, ജയന്ത് ചൗധരി മറുപടി നൽകിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്നോട് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു. ആ സെന്റൻസിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞത് അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞു. ഞാൻ വായിക്കാലോ ഇംഗ്ലീഷിലുള്ള വാചകം മലയാളത്തിൽ ഞാൻ വായിക്കാം. By transparent challenge mode of the selection of PMശ്രീ schools, keeping in the view larger perspective as well as the educational needs of the state children, 99.27 crore has been released as the central share of RT entitlement component of some SSK. അപ്പോ എനിക്ക് സമയം തരണേ. അല്ലല്ല, താങ്കൾ പറഞ്ഞത്, താങ്കൾ നേരത്തെ എന്നോട് പറഞ്ഞത് പാർലമെന്റിൽ മഴക്കാർ കാണുന്നതിന് മുമ്പ് കൊടയെടുത്തിറങ്ങല്ലേ ആര്യ? മഴക്കാർ കാണുന്നതിന് മുമ്പ് കൊടയെടുത്തിറങ്ങല്ലേ? താങ്കൾ കൃത്യമായി പറഞ്ഞത് 99 കോടി രൂപ നൽകിയത് PMശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നാണ്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് എന്താണ്? അല്ല, അത് സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടാണ് എന്നാണ് പറഞ്ഞത്. ആണ്? അല്ല 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 അവർ കൃത്യമായി പറയുന്നുണ്ട്. തമിഴ്നാടിന് കോടതിയിൽ പോയി അത് മേടിക്കാൻ പറ്റി. അപ്പോ എന്തുകൊണ്ട് അന്നത്തെ കേരള ഗവൺമെന്റിന് പോകാൻ പറ്റില്ല എന്നാണ് എന്റെ ചോദ്യം. ഇന്നത്തെ ഗവൺമെന്റ് ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് VD സതീശൻ സർക്കാർ ആ ആർജവം കാണിക്കുന്നില്ല എന്ന്? 4ാമത്തെ തവണ ഞാൻ അങ്ങോട്ട് പറയുന്നു, അതിനുവേണ്ടിയാണ് മിനിസ്ട്രിയൽ സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നതെന്ന്. അതിനു മുൻപ് എന്തിനാണ് നിങ്ങളുടെ UDF കൺവീനർ വന്ന് ഞങ്ങൾ സ്കൂളുകൾ നോക്കുകയാണെന്ന് പറഞ്ഞത്? ഇതിപ്പോ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെ റിപ്പീറ്റ് മോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ അല്ല. യെസ്, അതിൽ കൃത്യമായി ശ്രീ UDF കൺവീനർ വളരെ കൃത്യമായി ഇന്ന് തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. 24 മണിക്കൂറിൽ ഒരു യൂട്ടേണും അല്ല ഇല്ലെന്നേ. അതെന്തിനാ സമ്മതിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ആസ് ഓഫ് നൗ ഇതാണ് ഇതിന്റെ സ്റ്റാറ്റസ് കോ, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റും എന്നാണ് പോകേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഭരണം മാറിയത്, പശ്ചിമ ബംഗാളിലും ഭരണം മാറി.
അപ്പം പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരളവും ഈ 3 സംസ്ഥാനവുമായിരുന്നു PM ശ്രീയിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. അതിൽ തമിഴ്നാട് ആ നിലപാടിൽ പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി അവർ ഈ PM ശ്രീയുടെ ഭാഗമാകാൻ പോവുകയാണ്. അത് ഈ പാർലമെന്റിൽ ജെയിംസ് ചൗധരി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ PM ശ്രീ നിലപാട് മാറ്റുന്ന ഒരു സംസ്ഥാനമായി കേരളവും മാറുകയാണ്. ഭരണം മാറി 2 സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് BJP അധികാരത്തിൽ വന്നതുകൊണ്ട് ഭാഗമാകുന്നു, മറ്റിടത്ത് UDF ആണ്, കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. പക്ഷേ അവിടെയും യു-ടേൺ ആണ്. തീർച്ചയായും അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിൽ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ്. ഇപ്പൊ 3 സീറ്റാണ് BJPക്ക് ഉള്ളത്. 3 സീറ്റ് കിട്ടി കേരളം BJP ഭരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 75 ദിവസമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ 75 ദിവസത്തിനുള്ളിൽ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെ ഒരാൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ ഗവൺമെന്റിനെയോ വിമർശിച്ചിട്ടില്ല. തിരിച്ചും ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന, BJPക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ചെയ്യില്ല, ഒരു തരത്തിലും കേന്ദ്രത്തെ വിമർശിക്കില്ല എന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്തായിരുന്നു ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതിൽ നിന്ന് ഒപ്പിട്ടല്ലോ, പിന്മാറാൻ കഴിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 8/5/2026 തന്നെ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സഞ്ജയ് കുമാർ, വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ സംസ്ഥാന ഗവൺമെന്റിന് കത്തയച്ചു. LDF ഗവൺമെന്റ് ഒപ്പിട്ടു, പക്ഷെ മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് വരുമ്പോഴേക്കും ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള ഒരു കേസിൽ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. കേരളം ഒപ്പിട്ടു, പക്ഷെ മുന്നോട്ട് പോയില്ല. ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇല്ല എന്ന് സുപ്രീം കോടതിയിലാണ് അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. ഇപ്പോ ജബി മേത്തർ MP ചോദ്യം ചോദിച്ചപ്പോൾ പാർലമെന്റിൽ കിട്ടിയ മറുപടി നമ്മൾ കണ്ടു. കേരളവും തമിഴ്നാടും ഈ പദ്ധതിയിൽ ഇല്ല എന്ന് പറഞ്ഞുള്ള മറുപടിയും നമ്മൾ കിട്ടി. അപ്പൊ ഒപ്പിട്ടു എന്നുള്ളതും 20-ാം ദിവസം അതിൽ നിന്ന് പിന്മാറി എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ മാസങ്ങളായി നമ്മൾ ചർച്ച നടത്തിയതാണ്. അന്ന് കോൺഗ്രസ് എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഇത് കൃത്യമായിട്ടുള്ള BJP ആയിട്ടുള്ള ഡീലാണ്, കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പിൻവാതിൽ ഇടപെടലാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം അങ്ങ് തട്ടിക്കളയും, PM ശ്രീയെ ഞങ്ങൾ അറബിക്കടലിൽ തള്ളും, ചവിറ്റുകൊട്ടയിൽ തള്ളും എന്ന് പറഞ്ഞ് എത്ര വലിയ ആക്രോശങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് നേതാക്കന്മാരെല്ലാം, KC വേണുഗോപാൽ അടക്കം, അതുപോലെ തന്നെ VD സതീശൻ അടക്കം, KM ഷാജി, കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, ശംസുദ്ദീൻ അടക്കം നടത്തിയ പ്രസ്താവനകൾ ഓരോന്നായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണല്ലോ, ഇടതുപക്ഷ സർക്കാരാണല്ലോ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? കേരളത്തിൽ PM ശ്രീ നടപ്പാക്കണോ, നടപ്പാക്കണ്ടേ? ഞങ്ങളുടെ നിലപാട് കൃത്യം വ്യക്തമായി എന്നേ ഞങ്ങൾ പറഞ്ഞു. അന്ന് SSA ഫണ്ട് കിട്ടാൻ വേണ്ടി ഒപ്പിടേണ്ടി വന്നു. പക്ഷെ കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യം അനുസരിച്ച് അത് തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. LDF-ലടക്കം കൂട്ടായിട്ടുള്ള ചർച്ചകളുടെ കുറവുണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലടക്കം ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞല്ലോ. കൃത്യമായ ആ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് 20-ാം ദിവസം അത് കെപ്റ്റിൻ അബൈൻസിൽ വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഈ പദ്ധതി കേരളത്തിൽ വേണ്ട. ഞങ്ങൾ ഒപ്പിട്ടത് SSA ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ നോമിനായിട്ടുള്ള ഫണ്ടാണ് SSA ഫണ്ട് കിട്ടിയത്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയാ പൈസ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയില്ല. PM ശ്രീയിൽ ഒപ്പിടുമ്പോൾ ചെയ്യേണ്ട മറ്റു നിബന്ധനകളൊന്നും നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് പിന്മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായി പറഞ്ഞാൽ 12/11/2025 തന്നെ പിന്മാറിയതാണ്. അന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തവർ അധികാരത്തിൽ വന്നപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ആര്യ, ഇവിടെ എന്തിനാ UDF ഉപസമിതിയെ വെച്ചത്? UDF ഉപസമിതി വെച്ചത് LDF ഒപ്പിട്ടു. ആ ഒപ്പിട്ട് മുന്നോട്ട് പോകുന്ന കരാറിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപസമിതിയെ വെച്ചത്, അല്ലാതെ മറ്റൊരു കാര്യത്തിനുമല്ല എന്ന് വിശദീകരിച്ചു ലീഗിന്റെ നേതാക്കന്മാർ. എങ്ങനെ പിന്മാറാം എന്നതിനെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നോ? ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നയരൂപീകരണ സമിതിയായ UDF-ന്റെ ഉന്നതാധികാര സമിതി ഇന്നലെ യോഗം ചേർന്ന് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിന്റെ കൺവീനർ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ അറിയിക്കുന്നു. എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്